പത്രത്തിലൂടെയും ടി വിയിലൂടെ ഇപ്പൊ അടുത്തറിഞ്ഞിട്ടുണ്ടാവും. കുറെ ആൾക്കാരെ ഞാൻ പോയി തല്ലി ഇടിച്ചു, സിനിമാ സ്റ്റൈലിൽ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ നിങ്ങൾ പേപ്പറിലൂടെ വായിച്ച് വിശ്വസിച്ച് പോകുന്നതാണ്. നമ്മൾ നമ്മൾ നാലാൾ അറിയപ്പെടുന്ന ഒരാളായി കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിന്നും അപ്പൊ തന്നെ മാറിപ്പോണം. മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് കുറ്റങ്ങൾ ഉണ്ടാവില്ല. മാറിയില്ലെങ്കിൽ എന്താ പറയാ, ഒരു മനുഷ്യൻ വളരുന്നത് മറ്റൊരാൾക്ക് കണ്ടുകൂടാ. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ് ഈ പരാതിയും കാര്യങ്ങളൊക്കെ കൊണ്ട് പോയി കൊടുത്തത്. ഞാൻ ആ പഴയ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കാൻ ഈ പുള്ളി പറയും, നല്ല മനുഷ്യനുണ്ട് അയാള്, പാവം, എന്ത് നല്ല മനുഷ്യനാ എന്ന് പറയും. നമ്മളിപ്പോ സിനിമയിൽ അഭിനയിച്ചു, മമ്മൂക്കാന്റെ കൂടെ, ലാലേട്ടന്റെ കൂടെ, എല്ലാവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ അവർക്ക് അത് അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനും ഒരിക്കലും ചിരഞ്ജീവിയായിട്ട് ജീവിക്കാൻ പോകുന്നില്ല. ഓരോ മനുഷ്യനും അതിൻ്റെതായ കാലഘട്ടങ്ങളുണ്ട്. അപ്പൊ തുടങ്ങിക്കോളണം. തീർന്നു പോകുന്നവന്റെ കാലം തീർന്നു. 2000 ലോകം അവസാനിക്കും എന്ന് പറഞ്ഞു. ഒരിക്കലും 2000 ലോകം അവസാനിച്ചില്ല. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ലോകം അവസാനിക്കുന്നു, അല്ലാതെ ഇവിടെ ലോകം അവസാനിക്കാൻ പോകുന്നില്ല. നമ്മളുള്ള സമയത്ത് നല്ല ചിരിച്ചും സന്തോഷമായിട്ട് രാവിലെ കുളിച്ച് അമ്പലത്തിലോ എല്ലായിടത്തൊക്കെ പോയി പ്രാർത്ഥിച്ച് മറ്റവനെ കുറിച്ച് കുറ്റം പറയാതെ നല്ല മനസ്സോടുകൂടി 5 വിരൽ കൂട്ടി ഭക്ഷണം കഴിച്ചാലേ ദേഹത്ത് കാണുള്ളൂ. അത് സമാധാനമായിട്ട് കഴിക്കണം എന്നാ പറഞ്ഞേക്കണേ. നമ്മൾ ഒരു അടി തന്നാലും ഒരു ഉരുള ചോറ് തന്നാലും നമ്മൾ മറക്കാൻ പാടില്ല. അത് എപ്പോഴും അന്നദാനം എന്ന് പറയുന്നതാണ് മഹാദാനം, ഏറ്റവും വലിയ ദാനം. നിങ്ങൾ ഒരു ഇല വെച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അതിനകത്ത് 1000-ന്റെയും 500-ന്റെയും ഒരുപാട് നോട്ടുകെട്ടുകൾ ഇട്ട് തരാണെങ്കിൽ നിങ്ങളോട് ചോദിക്കാണ്, മതിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മതി എന്ന് പറയേയില്ല. ആരും മതി എന്ന് പറയില്ല. പക്ഷേ പപ്പടം, പഴം, തോരൻ, കാളൻ, ഉപ്പേരി, സാമ്പാറ്, ചമ്മന്തി, ചട്നി അങ്ങനെയൊക്കെ വിളമ്പിയിട്ട് നിങ്ങൾ 2 പ്രാവശ്യം നല്ല ചാപ്പാട് നിങ്ങൾക്ക് വിളമ്പി തന്നിട്ട് മതിയോ എന്ന് ചോദിച്ചാൽ മതി, സന്തോഷായി, വയറ് നിറഞ്ഞു. അതിൽ പരം വേറൊരു സന്തോഷം ഇല്ല എന്നുള്ളതാണ്. പൈസയാണ് മനുഷ്യനെ ഏറ്റവും ചീത്തയാക്കുന്നത്. അല്ല, ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാ. നമ്മൾ ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല. ഇന്ന് ഇവിടെ സുഖമായിട്ട് അച്ഛനമ്മമാരും കൊച്ചനുജന്മാരൊക്കെ താമസിക്കുന്ന കാണുമ്പോൾ സന്തോഷം തോന്നാം. ഇവിടെ നടന്നു പോകുമ്പോൾ ഒരു അമ്മ സെറ്റുമുണ്ടൊക്കെ എടുത്ത് കുറി തൊട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് വരുന്നത്. ഐശ്വര്യമായിട്ടാണ് വരുന്നത്. ഞാൻ കണ്ടത് ഇന്നത്തെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, ഒരു 25 വയസ്സങ്ങോട്ട് ജോലി കിട്ടാൻ, അതായത് ജോലി എപ്പോഴും സർക്കാർ ജോലി കിട്ടുന്നത് വരെ പരിശ്രമം, കിട്ടിയാൽ വിശ്രമം എന്ന് പറയാം. അപ്പൊ ഈ വലിയ ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ സ്വന്തം അച്ഛനമ്മമാരെ എല്ലാവരും പല പല അനാഥാലയങ്ങളിൽ കൊണ്ടാക്കുകയാണ് ഇപ്പൊ പതിവ്. ആ അച്ഛനമ്മമാരുടെ വിവരങ്ങൾ തിരക്കി വീട്ടിലോട്ട് ചെല്ലുകയാണെങ്കിൽ മക്കൾ പറയും, ഇങ്ങോട്ട് വരണ്ട, എത്ര പൈസ എന്ന് വെച്ചോ ചോദിച്ചോളൂ, ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചേക്കാം, ഇവിടേക്ക് വരണ്ട, അച്ഛന്റെയും അമ്മയുടെയും കാര്യം പറഞ്ഞ് നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട. പക്ഷെ ഇവിടെ അതല്ല. ഇവർക്ക് താമസിക്കാൻ സൗജന്യമായിട്ട് വസ്ത്രം, എല്ലാ കാര്യങ്ങളും, ഭക്ഷണം, കിടക്കാൻ നല്ല അതിമനോഹരമായ വീടുകളും എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അച്ഛനമ്മമാരെ അങ്ങനെ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടാക്കുന്ന, അനാഥാലയങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടാക്കുന്ന പ്രവണത ഇനി വരുന്ന തലമുറ അത് മാറ്റിയെടുക്കണം എന്നുകൂടിയാണ് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസമോ അതിനുള്ള അറിവോ ഒന്നുമില്ല. എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാന് പിച്ച വെച്ച് നടക്കുന്ന സമയം മുതല് എൻ്റെ അച്ഛൻ പാടുന്ന പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാറ്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ എൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഓർത്തിട്ട് വല്ലാത്തൊരു മനസ്സിൽ ഭയങ്കര ഒരു വിഷമം. അപ്പൊ അമ്മക്ക് ഇടയ്ക്ക് പറയാറുണ്ട്, എപ്പോഴും കുഞ്ഞായിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരോ അല്ലെങ്കിൽ അമ്മമാരൊക്കെ പറയാറുണ്ട്, ആ മിന്നുന്ന, ആ കാണുന്ന നക്ഷത്രമാണ് മോന്റെ അച്ഛൻ അല്ലെങ്കിൽ മോന്റെ അമ്മ. ഇന്ന് ഉദാഹരണമായിട്ട് ഒരുവിധം ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാ. എനിക്ക് അവിടെ തോന്നിയത് ആ മിന്നാമിനെ കണ്ടപ്പോൾ എൻ്റെ അച്ഛനായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഉണ്ടാക്കിയൊരു പാട്ടാണ്. ഞാൻ സാഹിത്യകാരനല്ല, എനിക്ക് അറിയാവുന്നത് കൊണ്ട് വെച്ച് എഴുതിയ പാട്ടാണ്. എൻ്റെ അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ. എൻ്റെ അച്ഛൻ ഞങ്ങളൊന്നും മഴയത്ത് വിടാറില്ല. മഴയത്തും വെയിലത്തും പോകരുതേ നീ,
നാടിൻ്റെ വെട്ടം കളയരുതേ, മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവട്ടം. മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടേ.